അപ്പോൾ മെൽക്കിസെദെക്ക് നമ്മുടെ സാന്റിയാഗോയോട് പറഞ്ഞുകൊണ്ടിരുന്നത് സ്വന്തം ആത്മാവിൽ നിന്ന് ഉടലെടുക്കുന്ന, അതായത് സ്വന്തം ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആഗ്രഹങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ നിയോഗം എന്നാണ്. പക്ഷെ മിക്കവരും അത് മനസ്സിലാക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ സാന്റിയാഗോ അതുപോലെയല്ല എന്ന് മെൽക്കിസെദെക്ക് പറയുന്നു. സാന്റിയാഗോ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു പുരോഹിതനായി നല്ല പേര് സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ആട്ടിടയൻ്റെ മാതാപിതാക്കൾ അവനെ സെമിനാരിയിൽ ചേർത്തത്. പക്ഷെ അവൻ്റെ മനസ്സ് യാത്ര ചെയ്യുക എന്ന ആ അദമ്യമായ ആഗ്രഹത്തിൽ ഇങ്ങനെ ഉടക്കി നിൽക്കുകയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് പിന്മാറാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിന് അവൻ സമ്മതം കൊടുക്കുകയും ചെയ്തില്ല. അപ്പം അവൻ്റെ മനസ്സ് എന്താണോ അവനോട് പറഞ്ഞത് അതിൻ്റെ പുറകെ അവൻ ഇറങ്ങി പുറപ്പെട്ടു. അത് മെൽക്കിസെദെക്കിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മെൽക്കിസെദെക്ക് പറയുന്നത്, നിൻ്റെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായുള്ള ഒരു സ്വപ്നം നീ കണ്ടപ്പോൾ നീ അതിന് പുറകെ പോകുവാൻ തയ്യാറായി എന്നാണ്. എന്നിട്ടും മെൽക്കിസെദെക്ക് പറയുകയാണ്, നിന്നെപ്പോലെ സ്വന്തം മനസ്സിനെ അനുഗമിക്കാൻ ധൈര്യം കാണിക്കുന്നവരെ സഹായിക്കാനാണ് ഞാൻ വരുന്നത്. ഞാൻ ചിലപ്പോൾ ഈ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലും വരാം. ചിലപ്പോൾ ഞാൻ ഒരു ആശയമായി വരാം, അല്ലെങ്കിൽ ഒരു പരിഹാരമായിട്ടും വരാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും നമ്മുടെ പോലെ തന്നെ സാന്റിയാഗോയ്ക്കും ഒന്നും മനസ്സിലായില്ല. ഇത് മനസ്സിലാക്കിയ മെൽക്കിസെദെക്ക് പറഞ്ഞു, ഞാൻ കുറച്ചും കൂടെ വ്യക്തമാക്കി പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കഥ പറയാൻ തുടങ്ങി. ഒരാൾ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് വിറ്റുപിറക്കി ഒരു കാര്യത്തിനായി പുറപ്പെട്ടു. ഒരു നദിക്കരയിൽ പോയിട്ട് അവിടെയുള്ള വിലയേറിയ മരതകക്കല്ല് കണ്ടെടുക്കുക എന്നതായിരുന്നു അയാളുടെ പ്രധാന ഉദ്ദേശം. അതത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ലല്ലോ. അങ്ങനെ 5 വർഷത്തോളം അയാൾ അഹോരാത്രം പണിയെടുത്തു. പക്ഷേ അയാൾക്ക് മരതകം കണ്ടെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി അയാൾ തൻ്റെ എല്ലാ ശ്രമങ്ങളും അവിടെ വെച്ച് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെയുള്ള ഒത്തിരി കല്ലുകൾ അദ്ദേഹം പരിശോധിച്ചു. 5 വർഷം കൊണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരൊറ്റ കല്ലും കൂടെ പരിശോധിച്ചെങ്കിൽ അയാൾക്ക് ആ മരതകക്കല്ല് കിട്ടുമായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. 5 വർഷമാണ് ഒരാൾ തൻ്റെ സർവസ്വവും ഉപേക്ഷിച്ച് അതിൻ്റെ പുറകെ പോകുന്നത്. മനുഷ്യനല്ലേ, മെൻ്റലി ആൻഡ് ഫിസിക്കലി അയാൾ ടയേർഡായി കാണും. അങ്ങനെ തൻ്റെ ശ്രമം ഉപേക്ഷിക്കാനിരിക്കെ മെൽക്കിസെദെക്ക് ഒരു കല്ലായി അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മെൽക്കിസെദെക്ക് പറഞ്ഞു, ഞാൻ ഉരുണ്ടുരുണ്ട് അയാളുടെ കാലിനരികിൽ ചെന്ന് കിടന്നു. തൻ്റെ ശ്രമങ്ങളെല്ലാം അദ്ദേഹം ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അത്ര സന്തോഷത്തോടെ ആയിരിക്കില്ല അദ്ദേഹം അത് ചെയ്തത്. നല്ല ദേഷ്യത്തിലിരിക്കുന്ന സമയത്താണ് മെൽക്കിസെദെക്ക് ഒരു കല്ലായി ഉരുണ്ടുരുണ്ട് അയാളുടെ കാലിനരികിൽ ചെന്ന് കിടക്കുന്നത്. ദേഷ്യവും സങ്കടവും കൊണ്ട് അയാൾ ആ കല്ലാകുന്ന മെൽക്കിസെദെക്കിനെ എടുത്ത് ദൂരേക്ക് ഒരു ഏറ് കൊടുത്തു. വളരെ ശക്തിയായി എറിഞ്ഞതിനാൽ ആ കല്ല് മറ്റൊരു കല്ലിൽ തട്ടി അത് 2ആയിട്ടങ്ങ് പിളർന്നു. പിളർന്നപ്പോഴോ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും സുന്ദരമായ, അതായത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ മരതകക്കല്ല് അയാൾക്ക് കാണാൻ സാധിച്ചു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മെൽക്കിസെദെക്ക് നമ്മുടെ ആട്ടിടയനോട് പറയുകയാണ്, അതുപോലെ തന്നെ നീ നോക്കി നടക്കുന്ന നിധി കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ അതിന് നീ നിൻ്റെ ആടുകളുടെ 10-1 ഭാഗം തരണം. പിന്നെയും 10-1 ഭാഗം. സാന്റിയാഗോ വിചാരിച്ചു, ഇതിപ്പോൾ എന്താണ്, ആ സ്ത്രീയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനു പകരം അവൻ സലീം രാജാവിനോട് ചോദിച്ചു, അല്ല, എനിക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ 10-1 ഭാഗമായാലോ? അപ്പോൾ മെൽക്കിസെദെക്ക് പറഞ്ഞു, നിനക്കില്ലാത്തത് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു കാര്യം തുടങ്ങരുത്. അത് നിൻ്റെ സ്വപ്നം പിന്തുടരാനുള്ള നിൻ്റെ ആഗ്രഹത്തെ നശിപ്പിച്ചു കളയുമെന്ന്. അപ്പോൾ സാന്റിയാഗോ ആ നാടോടി സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനത്തെക്കുറിച്ച് ഓർത്തു. ഇനിയും കിട്ടാത്ത നിധിയിൽ നിന്നൊരു പങ്ക് തരാമെന്നല്ലേ പറഞ്ഞിരുന്നത്. മെൽക്കിസെദെക്ക് പറഞ്ഞു, സാരമില്ല പോട്ടെ, പക്ഷേ എല്ലാത്തിനും ഒരു വിലയുണ്ടെന്ന് നീ മനസ്സിലാക്കിയല്ലോ, അത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ സ്വപ്നത്തിന് പുറകെ പോകുന്നതായാലും അതിനും നമ്മളൊരു വില കൊടുക്കേണ്ടി വരും. ഇനി നിനക്ക് നിധി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയെന്നറിയണമെങ്കിൽ നാളെ രാവിലെ ഇതേ സമയം നിൻ്റെ ചെമ്മരിയാടുകളുടെ 10-1 ഭാഗത്തെയും കൊണ്ടുവരണം എന്ന് മെൽക്കിസെദെക്ക് സാന്റിയാഗോയോട് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സലീം രാജാവ് അപ്രത്യക്ഷനായി. അയാൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ കയ്യിൽ പുസ്തകം വായിക്കാൻ ശ്രമിച്ചെങ്കിലും അവന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ ചെറിയ പട്ടണത്തിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു
ചെറിയ ബിൽഡിങ്ങിൻ്റെ മുന്നിലെത്തി. അവിടെ ആഫ്രിക്കയിലേക്കുള്ള ടിക്കറ്റ് എന്ന് എഴുതി വെച്ച ഒരു ബോർഡ് കണ്ടു. ഈജിപ്റ്റ് ആഫ്രിക്കയിലാണെന്ന് അവൻ അറിയാമായിരുന്നു. തൻ്റെ സ്വപ്നം, ഈജിപ്തിലെ പിരമിഡുകൾ, അങ്ങനെ സാന്റിയാഗോ ആ വൃദ്ധൻ പറഞ്ഞതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. അവന് ചില സമയത്ത് തോന്നും, എന്തിനാണ് താൻ ആ വൃദ്ധനെ കണ്ടുമുട്ടിയതെന്ന്. ജീവിതം ഒരു അല്ലലും ഇല്ലാതെ കടന്നു പോവുകയായിരുന്നു. തൻ്റെ സ്വപ്നം, ഈജിപ്തിലെ പിരമിഡുകൾ, അങ്ങനെ സാന്റിയാഗോ ആ വൃദ്ധൻ പറഞ്ഞതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. അവന് ചില സമയത്ത് തോന്നും, എന്തിനാണ് താൻ ആ വൃദ്ധനെ കണ്ടുമുട്ടിയതെന്ന്. ജീവിതം ഒരു അല്ലലും ഇല്ലാതെ കടന്നു പോവുകയായിരുന്നു. തൻ്റെ ആടുകളുടെ ഓരോ ചലനത്തെക്കുറിച്ചും തനിക്കറിയാം. യാത്ര ചെയ്യാനാണ് ആഗ്രഹം, അത് താൻ ചെയ്യുന്നുമുണ്ട്. ആൻഡലൂസിയയുടെ മിക്ക ഭാഗവും തനിക്കറിയാം. എന്നിരുന്നാലും താൻ കണ്ട സ്വപ്നം, അത് സാന്റിയാഗോയ്ക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നേയില്ല. എന്തൊക്കെ നഷ്ടങ്ങളായിരിക്കും തൻ്റെ ഈ സ്വപ്നത്തിന് പുറകെ പോയാൽ തനിക്കുണ്ടാകുക എന്നവൻ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി. താൻ നിധി തേടി യാത്രയാകണമെങ്കിൽ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആ പലചരക്ക് കടക്കാരൻ്റെ മകളെ മറക്കേണ്ടി വരും. പക്ഷേ അവൾ തൻ്റെ ആടുകളുടെ അത്ര പ്രിയപ്പെട്ടതല്ലല്ലോ. ആടുകളെ ഞാൻ കൊടുത്തിട്ടല്ലേ പോകുന്നത്. അതുമല്ല, അവൾ തന്നെ ഓർക്കുന്നു പോലും ഉണ്ടാകില്ല. പിന്നെ അവൻ തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈജിപ്തിലേക്കുള്ള യാത്ര എപ്പോൾ തീരുമെന്ന് പോലും അറിയില്ല. അപ്പോൾ തനിക്ക് മാതാപിതാക്കളെ കാണാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ചിന്തിച്ചപ്പോഴും അവൻ്റെ മനസ്സിൽ അതിനൊരു ഉത്തരം വന്നു. അല്ല, ഞാൻ ഇപ്പോഴും യാത്ര ചെയ്യുകയല്ലേ. പലപ്പോഴും ഞാൻ മാതാപിതാക്കളെ കാണുന്ന പതിവില്ലല്ലോ. എൻ്റെ അസാന്നിധ്യം അവർക്കൊരു ശീലമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ അസാന്നിധ്യം എനിക്കും ഒരു ശീലമായിട്ടില്ലേ. അങ്ങനെ പല ചോദ്യങ്ങളും സാന്റിയാഗോ തന്നോട് തന്നെ ചോദിച്ച് വ്യക്തമായ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഭാഗത്ത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന കാര്യങ്ങൾ, മറുഭാഗത്ത് താൻ വേണം എന്ന് മനസ്സിൽ തട്ടി ആഗ്രഹിക്കുന്ന നിധിയെക്കുറിച്ചുള്ള സ്വപ്നം. ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സമയമാണ് അത് എന്ന് അവന് മനസ്സിലായി. ഒരുപാട് ആലോചനകൾക്ക് ശേഷം പിറ്റേ ദിവസം അവൻ തൻ്റെ 6 ചെമ്മരിയാടുകളെയും കൂട്ടി മെൽക്കിസദേക്ക് പറഞ്ഞ സ്ഥലത്തെത്തി. അവനെ കാത്ത് മെൽക്കിസദേക്ക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അയാളോട് സന്തോഷത്തോടെ പറഞ്ഞു, മറ്റുള്ള ആടുകളെ എൻ്റെ ഒരു സുഹൃത്ത് വില തന്നു വാങ്ങി. എനിക്കത് നല്ലൊരു നിമിത്തമായി തോന്നുന്നു എന്ന്. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, അതിനെയാണ് തുടക്കക്കാരൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം നിൻ്റെ ഈ ഭൂമിയിലെ നിയോഗം സഫലമാകണമെന്ന് ആഗ്രഹിക്കുന്നൊരു ശക്തിയുണ്ട്. നീ ആ ആഗ്രഹത്തിനനുസരിച്ച് ആദ്യത്തെ ചൂട് വെച്ചപ്പോൾ ആ ശക്തിയാണ് ആ ഭാഗ്യത്തിന് പുറകിൽ പ്രവർത്തിച്ചത് എന്ന്. അവൻ കൊണ്ടുവന്ന ആടുകളെ പരിശോധിച്ചുകൊണ്ടിരുന്ന വൃദ്ധനോട് സാന്റിയാഗോ അപ്പോൾ നിധിയുടെ കാര്യം ഓർമ്മപ്പെടുത്തി. ഓ, അത് ഈജിപ്തിലാണ്, പിരമിഡുകളുടെ അടുത്ത്. വൃദ്ധൻ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സാന്റിയാഗോ നന്നേ വിഷമിച്ചു പോയിട്ടോ. ഇത് തനിക്കറിയാത്ത കാര്യമാണോ? ഇതിനാണോ താൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ വിറ്റത്? അവൻ്റെ വിഷമം മെൽക്കിസദേക്കിന് മനസ്സിലായിട്ടോ. അപ്പോൾ മെൽക്കിസദേക്ക് പറഞ്ഞു, നോക്കൂ സാന്റിയാഗോ, ഈ ഭൂമിയിൽ ദൈവം ഓരോരുത്തർക്കും അവരവരുടെ നിയോഗം പിന്തുടരുന്നതിനായി വഴികൾ ഒരുക്കിയിട്ടുണ്ട്. അതിനൊരുവൻ തന്നെ അവൻ്റെ വഴിയിൽ ഈശ്വരൻ നിരത്തിയിട്ടുള്ള നിമിത്തങ്ങൾ വായിച്ചെടുത്താൽ മതിയെന്ന്. സാന്റിയാഗോയെ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കുക എന്നതായിരുന്നു മെൽക്കിസദേക്കിൻ്റെ ലക്ഷ്യം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്തെത്തിയിട്ട് പോലും സാന്റിയാഗോ അവൻ്റെ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നേനെ. എന്നിട്ട് മെൽക്കിസദേക്ക് പറയാ, അയാളുടെ ആ പരിശ്രമത്തിനും ഒരു വിലയുണ്ട്. അതാണ് സാന്റിയാഗോയുടെ ആടുകൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ താനിട്ടിരുന്ന മേൽക്കുപ്പായം നിവർത്തിയിട്ടോ. അപ്പോൾ അതിനുള്ളിൽ വില കൂടിയ രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ഒരു മാർച്ചട്ട അയാൾ ധരിച്ചിരിക്കുന്നത് സാന്റിയാഗോ കണ്ടു. ആ വൃദ്ധൻ അതിൻ്റെ നടുക്ക് നിന്ന് വെളുപ്പും കറുപ്പും നിറത്തിലുള്ള 2 കല്ലുകൾ എടുത്തിട്ട് സാന്റിയാഗോയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിനെ യുറീം എന്നും തുമീം എന്നുമാണ് വിളിക്കുന്നത്. ഇതിൽ കറുപ്പ്, അതായത് കറുപ്പ് നിറമുള്ള കല്ല് പറയുന്നത് അതേ എന്നും വെളുപ്പ് നിറമുള്ള കല്ല് പറയുന്നത് അല്ല എന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം ചില സമയത്ത് നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ ആ പാതയിൽ ചില നിമിത്തങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു സമയങ്ങളുണ്ടാകും. അങ്ങനെയുള്ള സമയം വരുമ്പം നിനക്ക് ആ ചോദ്യങ്ങൾ ഈ കല്ലുകളോട് ചോദിക്കാമെന്ന്. അതിനോടൊപ്പം ചില കണ്ടീഷൻസും മെൽക്കിസദേക്ക് പറഞ്ഞു. അതായത് നിൻ്റെ ചോദ്യങ്ങൾ നിഷ്പക്ഷമായിരിക്കണം. സാന്റിയാഗോ ആ കല്ലുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. അപ്പം സാന്റിയാഗോയുടെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ പതഞ്ഞു വന്നു. അതിതായിരുന്നു, ഇനി മുതൽ തൻ്റെ തീരുമാനങ്ങൾ താൻ തന്നെ എടുക്കുമെന്ന്. പോകുന്നതിന് മുൻപായി മെൽക്കിസദേക്ക് ഒരു ചെറിയ കഥ കൂടി അവന് പറഞ്ഞു കൊടുത്തു. ഒരിക്കലൊരു വ്യാപാരി
സന്തോഷത്തിൻ്റെ രഹസ്യം തൻ്റെ മകനെ പഠിപ്പിക്കുന്നതിനായി ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ. 40 ദിവസം യാത്രയൊക്കെ ചെയ്ത് ഒരു മലമുകളിലുള്ള വലിയ മാളികയുടെ മുന്നിൽ അയാളെത്തി. അവിടെയായിരുന്നു ആ ജ്ഞാനി താമസിച്ചിരുന്നത്. ഒരു യോഗിയായിരിക്കും താൻ പരിചയപ്പെടാൻ പോകുന്നതെന്ന് വിചാരിച്ച അയാൾക്ക് തെറ്റി. അയാൾ അവിടെ കണ്ടത് ആഡംബരത്തോടൊപ്പം മതിമറന്ന് ആഘോഷിക്കുന്ന ഒരു കൂട്ടം ആളുകളെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജ്ഞാനിയെ കണ്ട് താൻ വന്ന കാര്യം എന്തിനാണെന്ന് പറയാൻ വരെ അവന് 2 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്നു. അപ്പോൾ കണ്ടുമുട്ടിയപ്പോഴോ ആ ജ്ഞാനി പറഞ്ഞു അയാൾക്കപ്പോൾ സംസാരിക്കാൻ നേരമില്ല എന്ന്. പക്ഷേ നേരമില്ലാത്തതുകൊണ്ട് ഒന്ന് മാളികയൊക്കെ ഒന്ന് കറങ്ങി വരാൻ പറഞ്ഞു. പക്ഷേ അതിനു മുൻപായി ഒരു സ്പൂണ് ഇയാളുടെ കയ്യിൽ കൊടുത്തു. ആ സ്പൂണിൽ എണ്ണയുണ്ടായിരുന്നു. മാളികയൊക്കെ ചുറ്റിക്കറങ്ങി വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ആ സ്പൂണിലെ എണ്ണ തുളുമ്പരുത് എന്ന ഒരു നിർദ്ദേശവും കൊടുത്തു. അങ്ങനെ അവൻ ആ സ്പൂണും പിടിച്ച് മാളികയുടെ എല്ലാ ഭാഗവും നോക്കിക്കാണാൻ തുടങ്ങി. അയാൾ നിർദ്ദേശിച്ച സമയം കഴിഞ്ഞ് അവൻ തിരിച്ചെത്തിയപ്പോൾ ആ ജ്ഞാനി ചില ചോദ്യങ്ങൾ ചോദിച്ചു. നീ എൻ്റെ മാളികയിൽ പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രക്കമ്പളം കണ്ടുവോ? അതുപോലെ എൻ്റെ സുന്ദരമായ ഉദ്യാനമോ? പിന്നെ നീ എൻ്റെ ഗ്രന്ഥപുരയിലെ പുസ്തകശേഖരം കണ്ടുവോ? എണ്ണ തുളുമ്പി പോകാതിരിക്കാൻ അതിൽ മാത്രം ശ്രദ്ധിച്ച അവൻ ആ മാളികയിലെ വിസ്മയിപ്പിക്കുന്ന ഒന്നും തന്നെ കണ്ടില്ലായിരുന്നു. എണ്ണ നിറച്ച് സ്പൂണും കൊടുത്തുകൊണ്ട് ആ മാളിക ചുറ്റിക്കാണുവാൻ അവൻ ആ ജ്ഞാനി രണ്ടാമതും പറഞ്ഞയച്ചു. തിരിച്ചു വന്നപ്പോൾ അയാൾ ചോദിച്ചു, ഈ സ്പൂണിലെ എണ്ണ എവിടെ? ആ മാളികയിലെ വിസ്മയങ്ങൾ കാണുന്നതിനിടയിൽ ആ എണ്ണ തുളുമ്പിപ്പോകുന്നത് അവൻ അറിഞ്ഞില്ല. അപ്പോൾ ആ ജ്ഞാനി അവനോട് പറഞ്ഞു, സന്തോഷത്തിൻ്റെ രഹസ്യമല്ലേ നിനക്കറിയേണ്ടത്? അതിതാണ്. എണ്ണ തുളുമ്പിപ്പോകാതെ നോക്കുന്നതോടൊപ്പം മാളികയിലെ വിസ്മയം കാണുന്നത് തന്നെയാണ്. അതായത് ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ പിന്തുടരുമ്പോഴും വഴിയിലുടനീളമുള്ള ലോകത്തിലെ അത്ഭുതങ്ങൾ കാണുക, അനുഭവിക്കുക എന്നുള്ളതാണ്. സാന്റിയാഗോയ്ക്ക് കഥയുടെ പൊരുൾ പിടികിട്ടി. അങ്ങനെ സാന്റിയാഗോ വൈകാതെ ആഫ്രിക്കയിലെ ടാഞ്ചിയർ എന്ന സ്ഥലത്തെത്തിയിട്ടോ. ആൻഡലൂസിയയിൽ നിന്ന് അധികം ദൂരമില്ല ആഫ്രിക്കയിലേക്ക്. കടലിടുക്കുകളിലൂടെ കുറച്ച് മണിക്കൂറുകളുടെ യാത്ര മാത്രം. അവനവിടെ കണ്ട് ഒരു ബാറിൽ കയറി. ഒരു ബാറായിരുന്നിട്ടും അവിടെ മദ്യമൊന്നും വിളമ്പിക്കണ്ടില്ല. അപ്പോഴാണ് അവിടെ കൂടിയിരിക്കുന്നവരുടെ സംസാരം കണ്ടവൻ ചിന്തിച്ചത് തനിക്ക് അറബി അറിയില്ലല്ലോ എന്ന്. പക്ഷെ അവൻ്റെ ആ ചിന്ത അധിക നേരം നീണ്ടു നിന്നില്ല കേട്ടോ. കാരണം അപ്പോഴാണ് അവൻ്റെ ഭാഷയായ സ്പാനിഷ് സംസാരിക്കുന്ന ഒരാളെ അവൻ കണ്ടുമുട്ടുന്നത്. സത്യം പറഞ്ഞാൽ അയാൾ അവനെ നേരിട്ട് വന്ന് കണ്ട് പരിചയപ്പെടുകയായിരുന്നു. സംസാരത്തിനിടയിൽ എന്തിനാണ് ആഫ്രിക്കയിൽ വന്നതെന്ന ചോദ്യത്തിന് സാന്റിയാഗോ പറഞ്ഞു, എനിക്ക് പിരമിഡുകളുടെ അടുത്തെത്തണം. നിധിയെക്കുറിച്ച് അവൻ അയാളോട് പറയാൻ പോയെങ്കിലും പിന്നീട് വേണ്ട എന്ന് തീരുമാനിച്ചു. ഇനി ഇയാൾക്കും അതിൽ നിന്നൊരു ഭാഗം വേണമെങ്കിലോ? ഇല്ലാത്ത ഒന്നിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് തുടങ്ങരുതെന്നല്ലേ മെൽക്കിസദേക്ക് തന്നോട് പറഞ്ഞിരുന്നത്? അവൻ അങ്ങനെ ചിന്തിച്ചു. പിരമിഡുകളുടെ അടുത്തെത്താൻ അവന് സഹായിക്കുകയാണെങ്കിൽ അവൻ അതിനുള്ള പണം തരാമെന്ന് അയാളോട് പറഞ്ഞു. പിരമിഡുകൾ ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ടെന്നും അതിന് സഹാറ മരുഭൂമി താണ്ടണമെന്നും അതിന് ഒരുപാട് പണം ചെലവ് വരുമെന്നും അയാൾ പറഞ്ഞു. ഇത് കേട്ടതും സാന്റിയാഗോ തൻ്റെ കയ്യിലുള്ള പണപ്പൊതി കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ആ ബാറിൻ്റെ മുതലാളി അവനോട് തെല്ല് നീരസത്തോടെ എന്തോ പറയാൻ വന്നത്. പക്ഷെ അപ്പോഴേക്കും അയാളെ അവൻ്റെ പുതിയ കൂട്ടുകാരൻ തടഞ്ഞു. എന്നിട്ട് അവനെയും വിളിച്ചുകൊണ്ട് അയാൾ ആ ബാറിൻ്റെ പുറത്തു കടന്നു. അയാൾക്ക് നിൻ്റെ പൈസ വേണം, അതാണ്. എന്നിട്ട് അവൻ പണം എണ്ണി തിട്ടപ്പെടുത്തി അത് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ പിരമിഡുകളുടെ അടുത്തേക്ക് പോകാം. അതിനു മുൻപായി എനിക്ക് 2 ഒട്ടകങ്ങളെ വാങ്ങണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ ആ മാർക്കറ്റിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നടന്നതും അവിടെ ഒരു കടയിൽ വെച്ചിരിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന നല്ല വിലയുള്ള കല്ലുകൾ പതിപ്പിച്ച ഒരു വാളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. അതിൻ്റെ ഭംഗി അവൻ കുറച്ചു നേരം ഇങ്ങനെ ആസ്വദിച്ച് നിന്നതേ അവന് ഓർമ്മയുള്ളൂ. ചെറിയൊരു സംശയത്തോടു കൂടി പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ അവന് മനസ്സിലായി താൻ പറ്റിക്കപ്പെട്ടു എന്ന്. അയാൾ അവൻ്റെ പണപ്പൊതിയുമായി കടന്നു കളഞ്ഞു എന്നും. അവൻ അനുഭവപ്പെട്ടതൊരു മരവിപ്പായിരുന്നു. ഭാഷ പോലും അറിയാത്തൊരു സ്ഥലത്താണ് താൻ എത്തിപ്പെട്ടിരിക്കുന്നത്. അവനിരുന്ന് കരയാൻ തുടങ്ങി. ഇങ്ങനെയാണോ സ്വന്തം നിയോഗം തേടി പുറപ്പെടുന്നവരെ ദൈവം സഹായിക്കുന്നത്? നിധി അന്വേഷിച്ച് നടക്കുന്നത് പോയിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ഇപ്പോൾ അവൻ്റെ കയ്യിൽ കാശില്ല. അവനവിടെ ഒരാളെപ്പോലും അറിയുകയില്ല. എന്തൊരു നിഷ്കളങ്കനാണല്ലേ സാന്റിയാഗോ. ആ ബാറിൻ്റെ മുതലാളി ആ കള്ളനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അവൻ്റെ അടുത്തേക്ക് വന്നത്. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു സഞ്ചി തുറന്നു നോക്കിയപ്പോൾ അതിലാകെ ഉണ്ടായിരുന്നത് അവൻ കപ്പലിൽ വെച്ച് കഴിച്ചു ബാക്കി വെച്ച സാൻഡ്വിച്ചും ഒരു പുസ്തകവും അവൻ്റെ കോട്ടും പിന്നെ സലീം രാജാവ് കൊടുത്ത 2 കല്ലുകളുമായിരുന്നു. അതിൽ തൊട്ടപ്പോൾ അവന് ചെറുതായൊരാശ്വാസം തോന്നി. കണ്ണടച്ചുകൊണ്ട് അവൻ ആ കല്ലുകളോട് ചോദിച്ചു,
ആ വൃദ്ധൻ്റെ അനുഗ്രഹം ഇപ്പോഴും തൻ്റെ മേലുണ്ടോ എന്ന്. എന്നിട്ട് പോക്കറ്റിൽ കിടക്കുന്ന ആ കല്ലുകളിൽ തൊട്ടപ്പോൾ അവന് കിട്ടിയ മറുപടി അതേ എന്നായിരുന്നു. അപ്പോൾ അവൻ രണ്ടാമതൊരു ചോദ്യവും ചോദിച്ചു, തനിക്ക് നിധി കിട്ടുമോ എന്ന്. പക്ഷേ അവൻ അറിഞ്ഞിരുന്നില്ല അവൻ്റെ കീശയ്ക്ക് ഒരു ഓട്ടയുണ്ടായിരുന്നു എന്ന്. ആ കല്ലുകൾ അതിലൂടെ താഴേക്ക് വീണു. അവന് മനസ്സിലായി ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളുണ്ടെന്നും അതുപോലെ തന്നെയാണ് സ്വന്തം നിയോഗത്തിൽ നിന്നും ഓടിയകലാൻ പാടില്ല എന്നുള്ളതും എന്ന്. ഒരു വിഷമാവസ്ഥയിലാണ് അവൻ, അതവന് നന്നായി മനസ്സിലായി. പക്ഷേ അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഈ ഘട്ടത്തിൽ തനിക്ക് 2 തരത്തിൽ ജീവിതത്തെ നേരിടാം. ഒന്ന്, വേണമെങ്കിൽ എല്ലാം മോഷ്ടിക്കപ്പെട്ട് നടുതെരുവിൽ വന്ന ഒരാളായി തനിക്ക് തന്നെ സ്വയം കരുതാം. അല്ലെങ്കിൽ ആ സംഭവം ഒരു നിധി തേടി പോകുന്നവൻ്റെ സാഹസിക യാത്രയിൽ ഉൾപ്പെടുത്താം. അവൻ രണ്ടാമത് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ തനിക്ക് പിരമിഡുകളുടെ അടുത്തെത്താൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ആന്തലൂസിയയിലെ മറ്റൊരു ആട്ടിടയനേക്കാളും താൻ ലോകം കാണുമെന്ന വിശ്വാസം അവന് കൈവന്നു. ഇത്രയും ചിന്തിച്ച് അവൻ ആ അങ്ങാടിയുടെ ഒരു കോണിൽ എവിടെയോ കിടന്ന് ഉറങ്ങിപ്പോയി. നേരം പുലർന്നു. അവൻ അവിടെ ചുറ്റി നടക്കുന്നതിനിടയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു. താരിഫ അധികം അകലെയല്ലാത്തതുകൊണ്ടാവാം അവിടെയുള്ള ചിലർ സ്പാനിഷും സംസാരിക്കുന്നുണ്ട്. പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ ഒരുവൻ മറ്റൊരുവനോട് സ്പാനിഷും അതിന് മറുപടി മറ്റേയാൾ കൊടുക്കുന്നത് അറബിയിലും ആയിരുന്നു. 2 വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചിട്ടും അവർക്ക് അന്യോന്യം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവൻ തൻ്റെ ആടുകളെക്കുറിച്ച് ചിന്തിച്ചു. അവന് അവറ്റകളുടെ ആവശ്യവും അവർക്ക് അവനെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലോ എന്ന്. വാക്കുകളില്ലാതെ തന്നെ ഒരു ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന തിരിച്ചറിവ് അവന് പുതിയ ഉണർവ് നൽകി. വഴിയിലുടനീളം ഈശ്വരൻ നിരത്തിയിട്ടുള്ള നിമിത്തങ്ങൾ ക്ഷമയുണ്ടെങ്കിൽ തനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലൂടെ അവൻ ടാഞ്ചിയർ പട്ടണം ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അങ്ങനെ അവൻ ഒരു പളുങ്ക് പാത്രങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരിയുടെ കടയുടെ മുന്നിലെത്തി. വർഷങ്ങൾക്ക് മുൻപ് ആ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നിരുന്ന ഒരു കടയായിരുന്നു അത്. പക്ഷെ കാലചക്രം മുന്നോട്ട് നീങ്ങിയപ്പോൾ വ്യാപാരത്തിനും ഇടിവ് വന്നു. ഒരിക്കൽ രത്നങ്ങൾ പോലെ തിളങ്ങിയിരുന്ന പാത്രങ്ങളെല്ലാം ഇപ്പോൾ പൊടി പിടിച്ച് ഉടമസ്ഥന്മാരെ കാത്തുകിടന്നു. സാന്റിയാഗോയുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം ഇവിടെ തുടങ്ങുകയാണ്.